വിശുദ്ധ ദീനിന്റെ പ്രബോധന വേദിയിൽ ഒരുപാട് ഉപമകൾ കാണാൻ പറ്റും. ധാരാളം ഉപമകളുണ്ട്. നോക്കൂ, നിങ്ങളുടെ വീടിന് മുന്നിലൂടെ ശുദ്ധജലം ഒഴുകുന്ന ഒരു നദി ഉണ്ടെന്ന് കരുതുക. കണ്ടോ, ഉപമയുടെ ശൈലി കണ്ടോ? അതിൽ നിങ്ങൾ 5 നേരം മുങ്ങിക്കുളിക്കുന്നുവെന്ന് വിചാരിക്കുക. എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ സ്വഹാബത്തെ? ഇല്ല നബിയെ, ഇല്ല. എങ്കിൽ ഇതുപോലെയാണ് 5 വഖത്ത് നിസ്കാരം. എത്ര സുന്ദരമായിട്ടൊരു വിഷയത്തെ വിശദീകരിച്ചു. 5 നേരം ഒരു മനുഷ്യൻ കുളിക്കുക എന്ന് വെച്ചാൽ ശാരീരിക ശുദ്ധി എത്രത്തോളം ടോപ്പ് മോസ്റ്റിലായി. ഇതുപോലെ ആത്മീയ ശുദ്ധി കിട്ടാൻ 5 വഖത്ത് നിസ്കാരം കൊണ്ട് സാധിക്കും എന്നത് ഉപമയിലൂടെ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിന്റെ പ്രബോധന രീതിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു അലങ്കാരമാണ് ഉപമ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം ഉപമ. ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്. മറ്റൊന്നിനോട് സാദൃശ്യം ചൊന്ന് പറയുമ്പോൾ ഈ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ ഒരുപാട് കാണാൻ പറ്റും. അത് തന്നെയാണോ ഇത് എന്ന് ആശങ്കപ്പെട്ട് പറയുന്ന അലങ്കാരങ്ങളുണ്ട്. ഉൽപ്രേക്ഷ. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്കയുൽ പ്രേക്ഷാഖ്യായ അലങ്കൃതി. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ഉൽപ്രേക്ഷ. ഒരുപാട് അലങ്കാരങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട അലങ്കാരം വിശുദ്ധ ദീനിന്റെ പ്രബോധനത്തിൽ അത് ഉപമയാണ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരന്റെ പച്ച മാംസം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല നബിയെ, ഇല്ല. എങ്കിൽ ഇതുപോലെയാണ് അവനെ പറ്റി ഗീബത്ത് പറയരുത്. ഇത്ര ക്ലിയർ ആയി. നിങ്ങൾ ആരെങ്കിലും ഛർദ്ദിച്ചത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല നബിയെ, ഇല്ല. ഇതുപോലെയാണ് ദാനം കൊടുത്തത് തിരിച്ചു വാങ്ങൽ. കൂടുതൽ ചർച്ച വേണ്ട. അവിടെ ക്ലിയർ കട്ടായി. ദീനിന്റെ പ്രബോധന വേദിയിൽ ഉപമ ധാരാളമുണ്ട്. മരണം എന്നതാണ് നമ്മുടെ സബ്ജക്ട്. ഇത് മനസ്സിലാകണമെങ്കിൽ അതിനോട് സാദൃശ്യപ്പെടുത്താവുന്ന വേറെ ചില പ്രതിഭാസങ്ങളെ നാം ഇവിടെ കൊണ്ടുവരേണ്ടി വരും. വളരെ സിമ്പിളായിട്ട് മരണത്തെ മനസ്സിലാക്കാൻ ജനനം എന്താണെന്ന് തിരിച്ചറിയണം. നമുക്കൊന്നും ഓർമ്മയില്ലാത്തൊരു കാലമാണ് ജനിക്കുന്ന സമയത്തുള്ള അവസ്ഥകൾ. ജനിക്കുന്നതിന് മുന്നേ ജീവിച്ചിരുന്ന കാലഘട്ടം, ശാരീരികമായ വളർച്ചയുടെ ഘട്ടങ്ങൾ. അവിടെ കിടന്നുറങ്ങിയിരുന്നു, ഉമ്മയെ ഇടിച്ചിരുന്നു, ചവിട്ടിയിരുന്നു, സ്വപ്നം കണ്ടുറങ്ങിയിരുന്നു. ഒന്നും ഓർമ്മയില്ല. പ്രയാസങ്ങളേറെ സഹിച്ച് ഈ ലോകത്തേക്ക് കടന്നു വന്നു. ഓർമ്മയില്ല. നമ്മൾ ജനിച്ചു വീണത് നോർമൽ ഡെലിവറിയിലാണോ സിസേറിയനിലാണോ എന്ന് ചോദിച്ചാൽ അറിയാവുന്ന എത്ര പേരുണ്ട്? അല്ലാഹു അഅലം. ഉമ്മയോട് ചോദിക്കേണ്ടി വരും. നമ്മൾ ജനിച്ചത് നോർമലാണോ സിസേറിയനാണോ? ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെ ചോദ്യം. പണ്ട് പിന്നെ വീട്ടിലൊക്കെ പ്രസവമായിരുന്നുകൊണ്ട് നോർമലാന്ന് പറയാൻ പറ്റും. ഇന്ന് വീട്ടിൽ പ്രസവങ്ങൾ സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പണ്ട് കാലത്തൊക്കെ വീട്ടിലല്ലേ പ്രസവിച്ചിരുന്നത്. ഇന്നെന്തിനാ ഹോസ്പിറ്റൽ കംപ്ലീറ്റും സിസേറിയൻ ആക്കുകയാണ്. നോർമൽ ഡെലിവറി സമ്മതിക്കില്ല. ഇനി ഡെലിവറി നോർമൽ ആണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ തന്നെ വേണമെന്ന് നിർബന്ധമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ അങ്ങ് പറയല. അത് തെറ്റാണ്. കാരണം പണ്ട് കാലത്ത് ഒരു മാതാവിന്, ഒരു സ്ത്രീക്ക് വീട്ടിൽ പ്രസവിച്ചാൽ മതിയാകുന്ന തരത്തിലുള്ള ഗർഭാശയത്തിന്റെ ആരോഗ്യം നിലനിർത്തപ്പെട്ടിരുന്നു. 1, 2, 3, 8, 10. എൻ്റെ ഉമ്മയുടെ ഉമ്മ, എൻ്റെ വല്ലുമ്മ 10 പ്രസവിച്ചു. 11 മക്കളാണ്. അവസാനത്തെ പ്രസവം ഇരട്ടകളാണ്. ഇപ്പൊ എല്ലാവരും പറയും 10 പ്രസവിച്ചപ്പോൾ അത് പറഞ്ഞ കോംപ്ലിമെന്റ് കൊടുത്തെന്ന് പറയും. 10 പ്രസവവും വീട്ടിലാണ്. 11 മക്കളുണ്ട്. നോക്കൂ, അങ്ങനെ ഇന്ന് 90 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് വല്ലുമ്മക്ക്. അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒന്നും ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട്. കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ പോയി ഇറങ്ങാൻ നേരത്ത്, തിരിച്ചു വരാൻ നേരത്തൊന്ന് പോയി കണ്ടിരുന്നു. ഇപ്പൊ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മ എന്ന് കുറെ ദ്വാരക്കൊക്കെ ചെയ്തു. ഓർമ്മക്കൊരു കുറവില്ല. യൂട്രസ് സംബന്ധമായ ഒരു അസുഖം ഓർക്കില്ല. കുറച്ച് പ്രായാധിക്യം കൊണ്ടുള്ള ചില ശ്വാസം മുട്ട്, കഫക്കെട്ട് ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. ഇന്നത്തെ സ്ത്രീകൾ പ്രസവത്തിലേക്ക് എത്തുന്നില്ല. കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ പ്രഗ്നൻസി മിസ്ഡ് അബോർഷൻ. ഒരു കുട്ടിയെ താങ്ങാനുള്ള കഴിവ് യൂട്രസിനില്ല. എന്താ കാരണം? യൂട്രസിലേക്ക് ചെറിയ പ്രായം മുതലേ, ഗർഭാശയത്തിലേക്ക് ചെറിയ പ്രായം മുതലേ രക്തയോട്ടം കിട്ടിയിട്ടില്ല ഇന്നത്തെ കുട്ടികൾക്ക്, ഇന്നത്തെ പെൺകുട്ടികൾക്ക്. കാരണം പഴയ തലമുറയ്ക്ക് രക്തയോട്ടം ഗർഭാശയത്തിലേക്ക് കിട്ടാൻ കാരണമായ എത്രയോ പവിത്രമായ ഒരു അവയവമാണ് ഫീ ഖറാരിൻ മക്കീൻ, സുരക്ഷിത സ്ഥാനം എന്ന് അല്ലാഹു തആല എടുത്തു പറഞ്ഞ ഈ സുരക്ഷിത സ്ഥാനമാകുന്ന സുന്ദരമായ ഈ വീട്, ഇതിലേക്ക് രക്തയോട്ടം കിട്ടാൻ കാരണമായിരുന്ന ചില എക്സസൈസുകൾ പഴയ കാലഘട്ടത്തിലെ സ്ത്രീകൾക്കുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്ന്, ഗർഭാശയ ഭിത്തികൾ മുകളിലോട്ടും താഴോട്ടും വലിയണം.
ഗർഭാശയ ഭിത്തികൾ മുന്നോട്ടും പുറകോട്ടും വലിയണം. ഇത് അനങ്ങാതെ അവിടെ ഇരിക്കുകയാണ്. വിവാഹത്തിന് ശേഷം മാത്രമാണ് അത് ആക്റ്റീവ് ആവുന്നുള്ളൂ. ചെറിയ പ്രായം മുതലേ ഗർഭാശയ ഭിത്തികൾ മുകളിലോട്ടും താഴോട്ടും വലിയാൻ കാരണമാകുന്ന, പേശികൾക്ക് ആരോഗ്യം കിട്ടാൻ കാരണമാകുന്ന ഒരു എക്സസൈസ് പണ്ട് കാലത്തുണ്ടായിരുന്നു. ആർക്കെങ്കിലും പറയാമോ എന്താണുള്ളത്? ആരെങ്കിലും പറഞ്ഞു? ആലോചിച്ച് നോക്കി എന്തായിരിക്കും? എന്താണ്? വെള്ളം കോരും. മുന്നോട്ടും പുറകോട്ടും ഗർഭാശയ ഭിത്തികൾ വളഞ്ഞു നിവരാൻ കാരണമാകുന്ന ഒരു എക്സസൈസ് പണ്ട് കാലത്തുണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ? മറ്റത് മുകളിലോട്ടും താഴോട്ടുമാണ്, ഇങ്ങനെ വലിയ വരുന്നു. ഇത് മുന്നോട്ടും ബാക്കോട്ടും ഗർഭാശയ ഭിത്തികൾ ഇങ്ങനെ വലിയ വരുന്നു. അതിന് കാരണമാകുന്ന ഒരു എക്സസൈസ് പണ്ടുണ്ടായിരുന്നു. ഇന്ന് പൊടിയിട്ട കാണൂല. എന്തായിരുന്നു? അമ്മിയിൽ അരക്കല് പറ്റും. അമ്മിയിൽ അരയ്ക്കുമ്പോഴേക്കും അതിനേക്കാൾ അത് കറക്റ്റാണ്. സൈഡിലോട്ടുള്ള രക്തോട്ടം കൂടും അമ്മിയിൽ അരയ്ക്കുമ്പോൾ. എക്സസൈസ് ഉണ്ടായിരുന്നു. ബാക്കോട്ട് കൊണ്ട് എക്സസൈസ് ഉണ്ടായിരുന്നു. ഇന്നതിന് സ്ഥലം ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ ഒരറ്റം മുതൽ ഇങ്ങനെ സമയത്ത് മുറ്റമടിച്ചിരുന്ന ആ പ്രൈവസി 50 സെന്റിലൊക്കെ ആയിരിക്കും പണ്ടത്തെ വീടുണ്ട്. ചിലപ്പോൾ 1 ഏക്കർ 2 ഏക്കറിലൊക്കെ ആയിരിക്കും. അങ്ങനെ ആ സമയങ്ങളിലൊക്കെ ഇളം വെയിൽ കിട്ടും, വിറ്റാമിൻ ഡി, അത് രക്തോട്ടം ഉണ്ടായിരുന്നു. അവർക്ക് 10ഉം 12ഉം മക്കളെ പ്രസവിച്ചെടുത്തൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇന്ന് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ കാണുകയാണ്. വിഷയമാണത്. അപ്പൊ ഇന്ന് വെള്ളം കോരാൻ കിണറില്ല. കിണറുണ്ട്, വെള്ളം കോരാനുള്ള സാധനം ഒന്നും ഉണ്ടാവില്ല. കപ്പിയും കയറും ഒന്നും ഉണ്ടാവില്ല. മുറ്റമടിക്കാൻ മുറ്റമില്ല. ഫ്ലാറ്റിന്റെ ഒക്കെ ലോകമാണ്, പ്രത്യേകിച്ച് ടൗണിലൊക്കെ. സാഹചര്യം ഭാവി തലമുറയുടെ ആരോഗ്യത്തിന് ശരീരത്തിലെ എല്ലാ ശാരീരിക കോശങ്ങളിലേക്കും രക്തയോട്ടം, പ്രത്യേകിച്ച് ഗർഭാശയത്തിലേക്ക് രക്തയോട്ടം കിട്ടാൻ നിർബന്ധമായും അനുവർത്തിക്കേണ്ട ഒന്ന് നീന്തൽ അഭ്യസിക്കുക എന്നുള്ളതാണ്. അതിന്റെ പ്രൈവസിയിൽ നീന്തൽ പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വേണം. ഈ ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം അതാണ്. ഗർഭാശയ ഭിത്തിയിൽ രക്തയോട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കിയാലാണ് ജനനം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന്റെ 2 വശവും പഠിക്കണം. അതിൽ അഭിവന്ദരായ കൻസുൽ ഫുഖഹ ഷെയ്ഖുന KP ഉസ്താദ്, കൊമ്പം ഉസ്താദ്, മഹാനവറുകളുടെ നിസാ ഗാർഡൻ എന്നൊരു സ്ഥാപനമുണ്ട് പെൺകുട്ടികളുടെ. അതിന്റെ ഡയറക്ടർ പോസ്റ്റിലേക്ക് കഴിഞ്ഞ വർഷം ഞാൻ ചാർജ് എടുത്തിട്ടുണ്ട്. അവിടെ പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സംവിധാനം, താമസിച്ചു പഠിക്കാൻ. അവിടെ വന്നാൽ ആദ്യം പഠിക്കേണ്ടത് നീന്തലാണ്. നീന്തൽ പഠിച്ചിട്ട് ബാക്കി പഠനമുള്ളൂ. അങ്ങനെ നീന്തൽ പഠിപ്പിക്കും അവിടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പുകൾ. ഭക്ഷണത്തിൽ പിന്നെ പാം ഓയിൽ, പിന്നെ RKG, ഡാൽഡ, ഇതൊന്നും ഇല്ലാത്ത ക്യാൻറ്റീനാണ്. നാച്ചുറൽ ഫുഡ് അവിടെ കൊടുക്കുന്നത്. തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടായ കുട്ടികൾ അവിടെ വന്ന് പഠിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ തൈറോയിഡ് നോർമലായി. കാരണം എന്താ? രാവിലെ വെയിൽ കൊള്ളണം, നീന്തണം, പിന്നെ പ്ലേ ഏരിയയിലൂടെ കളിക്കുമ്പോൾ പോക്ക് വെയിൽ കിട്ടും, ഭക്ഷണത്തിൽ കെമിക്കൽസ് ഇല്ല. 6 മാസത്തിനുള്ളിൽ തന്നെ കുട്ടികളുടെ ആരോഗ്യം നന്നാവാൻ തുടങ്ങി. കണ്ടോ എത്രത്തോളം ഗൗരവത്തോടെ ഇതൊക്കെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വളർത്തി വലുതാക്കി ഒരു തലമുറയെ രാജ്യത്തിന് സമ്മാനിക്കേണ്ടവരാണ് സ്ത്രീകൾ. സ്ത്രീത്വത്തിന്റെ സാഫല്യമാണ് മാതൃത്വം. ഈ മാതൃത്വത്തിൽ വളരെ സൂക്ഷ്മത വേണം. ജനിക്കാനിരിക്കുന്ന മക്കളോട് ഉത്തരവാദിത്വമുണ്ട്. ജനിക്കാനിരിക്കുന്ന മക്കളോടുള്ള ഒരു പുരുഷന്റെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവർക്ക് സ്വാലിഹത്തായ ഒരു ഉമ്മയെ കൊടുക്കലാണ്. സൽസ്വഭാവം കൊണ്ട് അവരെ പ്രസവിക്കാനും കുട്ടിയെ പാലൂട്ടി വളർത്താനും ഒക്കെയുള്ള ആരോഗ്യം അവർക്ക് ഉണ്ടാവണം. അതിന് ചെറുപ്പത്തിൽ ശ്രദ്ധിക്കണം. ഒരുപാട് ഫാസ്റ്റ് ഗൗരവത്തിന്റെ വിഷയത്തിൽ ശാസ്ത്രം പറയുമ്പോൾ ഇത് പറയാതിരിക്കാനാവില്ല എന്നതുകൊണ്ട് എന്താന്ന് മനസ്സിലാവുള്ളൂ. നോക്കൂ, ഇതിന് തമ്മിൽ വളരെ മനോഹരമായ 3 സാമ്യതകളുണ്ട്. ഇത് തമ്മിലുള്ള 3 സാമ്യതകൾ മാത്രമാണ് ഇന്നത്തെ ചർച്ച. 3 ലോകങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന 2 വാതിലുകൾ, മരണവും 2 വാതിലുകളായി സങ്കല്പിച്ചാൽ 3 ലോകങ്ങളെ ഇത് കണക്ട് ചെയ്യും. ഒന്നും ഓർമ്മയില്ലാത്തൊരു ലോകമുണ്ട്. ആ ലോകത്ത് നിന്നും ജനനം എന്ന വാതിലിലൂടെ ഈ ലോകത്തേക്ക് കടന്നു വന്നവരാ നമ്മൾ. അടുത്ത വാതിൽ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ചിലരൊക്കെ ഈ വാതിലിന് വളരെ അടുത്താണ്, ചിലരൊക്കെ കുറെ ലോകത്തേക്ക്.
രണ്ട് മൂന്ന് ലോകങ്ങളെ പരസ്പരം കണക്ട് ചെയ്യും. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ നമ്മളെ കൂട്ടത്തിലിരിക്കുന്ന ആർക്കെങ്കിലും ശരിയാ അങ്ങനെ ഒരു വാതിൽ കഴിഞ്ഞ് അവിടെ ഞാൻ കിടന്നിട്ടുണ്ട്. ഓർമ്മയുള്ള ഒരു മനുഷ്യനില്ല. കാരണം ഒരു മനുഷ്യ 3 വയസ്സിന് മുന്നേ നടന്ന കാര്യങ്ങൾ ഓർക്കാൻ കഴിവുള്ള മനുഷ്യനില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീട്ടിൽ പോയപ്പോ അവിടെ നല്ല രസം കാണാൻ. ഒരു 4 മാസമൊക്കെ പ്രായം ഉണ്ടാവും ജനിച്ചിട്ട്, അത്രേ ആയിട്ടുള്ളൂ. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് അപ്പൊ ഒന്ന് മന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹം കയ്യിൽ കൊടുത്തു. ഞാൻ എടുത്തിരിപ്പുണ്ട്. ഈ കുട്ടി ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് താങ്ങി ഇങ്ങനെ കിടത്തിയേക്കാ. ഈ അട്ട് അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും. അപ്പൊ കവിളത്ത് ഇങ്ങനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ചിരിക്കും. പിന്നെ ആരും കണ്ടിട്ടില്ലല്ലോ എന്നാരും പറയാണ്. ഈ കൂട്ടത്തിലുള്ള ഈ കുട്ടിയുടെ വീട്ടുകാരൻ പറയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് വണ്ടിയിൽ വെച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഉസ്താദേ, അവര് പറഞ്ഞൊരു പോയിന്റാണ്, കുട്ടി ഇങ്ങനെ നല്ല കാര്യമായി ചിരിച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ നിങ്ങളെ കണ്ടപ്പോ, എന്തോ 4 മാസം പ്രായമുള്ളൂ, എന്തായിരിക്കും? എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി, സാറേ, നമ്മൾ കാണാത്ത ചില ലോകം നമ്മുടെ മക്കൾ കാണും. അവരുടെ അത് കാണും, ചിരിക്കും, താടിക്കും, കളിക്കും, മലക്കുകളി, ഇതൊക്കെ അവർക്ക്. അപ്പൊ ഞാൻ ആലോചിച്ചു, പടച്ച റബ്ബേ, 3 വയസ്സ് വരെയും ഒരുവന്റെ ജീവിതം സംഭവിച്ചു. അതിന് താഴെ പല വിചിത്രമായ പണ്ഡിതാഭിപ്രായം ഉറക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നേ കിടന്ന ലോകത്തെ പറ്റി എനിക്ക് നിങ്ങൾ, അന്ന് അവിടെ ഭക്ഷണം കഴിച്ചത് ഉമ്മയാ. നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടില്ലായിരുന്നു. ഉമ്മക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. അത് നമുക്ക് രക്തത്തിലൂടെ പോഷകമായി നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ശരീരം വളർന്നു. ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഉമ്മയുടെ ചിന്തകൾ നമ്മെ സ്വാധീനിച്ചിരുന്നു. അവിടെ കിടന്നു ചവിട്ടി. അങ്ങനെ ഘട്ടം ഘട്ടമായി മാതാവിന്റെ ഗർഭാശയത്തിൽ വളർന്ന് നമ്മൾ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോ, നമ്മുടെ സമയം എത്തിക്കഴിഞ്ഞപ്പോ ആ ലോകം ഉപേക്ഷിച്ചു. ഈ